പന്തിൻ്റെ സ്പിൻ, അത് റൊട്ടേറ്റ് ചെയ്യുന്ന ആംഗിൾ, അതിൻ്റെ അതിവേഗം എന്നിവ മാനവ് സുധർ എന്ന സ്പിന്നറുടെ അതിശയിപ്പിക്കുന്ന ഘടകമാണെന്ന് സാക്ഷ്യപ്പെടുത്തുന്നുണ്ട് ആർ അശ്വിൻ. ഫസ്റ്റ് ക്ലാസ് ക്രിക്കറ്റിൽ 29 കളികളിൽ നിന്ന് മാനവ് പിഴുതത് 129 വിക്കറ്റുകളാണ്. അടിച്ചെടുത്തത് 945 റൺസും. താരതമ്യേന ഉയരം കൂടിയത് മറ്റൊരു തരത്തിൽ അയാളെ അപകടകാരിയാക്കുന്നുണ്ട്. ഇടം കൈ ബാറ്റർമാർക്കെതിരെ കൂടുതൽ ഫലപ്രദമാണ് മാനവ് സുധറിൻ്റെ ഡെലിവറികൾ, എറൗണ്ട് ദ വിക്കറ്റായി എറിയുമ്പോൾ പ്രത്യേകിച്ചും. 16 വർഷങ്ങൾക്ക് ശേഷമാണ് ജഡേജ അശ്വിൻ കൂട്ടുകെട്ടില്ലാതെ ഒരു ടെസ്റ്റ് മത്സരം ഇന്ത്യൻ ടീം കളിക്കുന്നത്. അഫ്ഗാനെതിരെ ഇന്ത്യയുടെ പന്ത് തിരിക്കാനുള്ള അവസരം കടുത്ത മത്സരത്തിനൊടുവിലാണ് സുധറിന് കിട്ടിയത്. പരിചയസമ്പന്നായ അക്സർ പട്ടേലിന് വിശ്രമം നൽകിയതോടെ മാനവ് സുധറിന് ആദ്യമായി ഇന്ത്യൻ ടെസ്റ്റ് ക്യാപ്പ് അണിയാൻ അവസരം തുറക്കുകയായിരുന്നു. 2023 അക്സർ പട്ടേലിന് ശേഷം ആദ്യമായി ഒരു ഇന്ത്യൻ സ്പിന്നറുടെ ടെസ്റ്റ് അരങ്ങേറ്റം. ഫൈനൽ 11 സ്ഥാനത്തിനായി മാനവ് സുധർ മത്സരിച്ചത് ഹർഷ് ദുബെയുമായിട്ടാണ്. 23-കാരൻ തന്നെയായ ഹർഷ് ദുബെയും ആഭ്യന്തര ക്രിക്കറ്റിലും IPL-ലും തിളങ്ങിയ താരമാണ്. മാനവിനെ പോലെ ഇടംകൈയൻ സ്പിൻ ഓൾറൗണ്ടർ. IPL-ൽ ഹൈദരാബാദ് താരമായ ദുബെ 11 കളികളിൽ 13 വിക്കറ്റുകളാണ് നേടിയത്. പന്തിലെ വേരിയേഷൻസാണ് അയാളെ അപകടകാരിയാക്കുന്നത്. 27 ഫസ്റ്റ് ക്ലാസ് മത്സരങ്ങളിൽ നിന്നായി 133 വിക്കറ്റുകളും 1026 റൺസുമാണ് ദുബെയുടെ നേട്ടം. ദുബെയുടെ പന്തിലെ സീം പൊസിഷൻ മികച്ചതെന്ന് ടോം മൂഡി തന്നെ നിരീക്ഷിച്ചിട്ടുണ്ട്. സീം നിലനിർത്തിക്കൊണ്ട് തന്നെ വേഗവ്യതിയാനം വരുത്താറാണ് പതിവ്. പന്തിനെപ്പോഴും ഓവർ സ്പിൻ കിട്ടുന്നു എന്നതും നേട്ടമാണ്. ഇന്ത്യ A ടീമിന് വേണ്ടി തിളക്കമുള്ള വിക്കറ്റ് വേട്ടയ്ക്ക് ഉടമയാണ് ഹർഷ് ദുബെ. ഒരു രഞ്ജി സീസണിൽ ഏറ്റവും കൂടുതൽ വിക്കറ്റ് എന്ന നേട്ടത്തിന് ഉടമയുമാണ്. കേരളം ഫൈനലിൽ തോറ്റ 2025 സീസണിൽ ജേതാക്കളായ വിദർഭയ്ക്ക് വേണ്ടി ദുബൈ ആകെ നേടിയത് 69 വിക്കറ്റുകളാണ്.